നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ന് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഫ്രഞ്ച് ക്യാമ്പിൽ ആശങ്കയുള്ളത് കിലിയൻ എംബാപ്പയുടെ പരിക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ കളിയിൽ ഇസാ ദിയോപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോക്ക് അദ്ദേഹത്തിന് ലഭിച്ചു. അത് ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പരിക്കുള്ളൊരു ആംഗിളാണ്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ ഈ കാര്യം എടുത്ത് ചോദിക്കുമ്പോൾ ദശാമിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ദശാം പറഞ്ഞത് ഒരു കുഴപ്പമില്ല, ഒരാൾക്ക് 100% മുകളിലൊന്നും ആകാൻ പറ്റില്ലല്ലോ, എംബാപ്പെ 100% ഫൈനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അതല്ല, വസ്തുത അതല്ല എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. RMC സ്പോർട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വിവരം, ഇന്നലത്തെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എംബാപ്പെ കൂടുതൽ സമയവും ഒറ്റക്കാണ്, സെപ്പറേറ്റാണ് ട്രെയിനിങ് നടത്തിയത് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഷോട്ടുകൾ ഉതിർക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ വേദന അനുഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണാനുണ്ടായിരുന്നു ആ ഒരു ഓപ്പൺ ട്രെയിനിങ് സമയത്ത് എന്നാണ് ഇപ്പോൾ RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിമിലർ അൺസർട്ടനിറ്റി ഇപ്പം ഓർലിൻ ഷൂമനിയുടെ കാര്യത്തിലുണ്ട്. ഷൂമനി പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ടുണ്ട്, കളി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ കോനെ തന്നെ കളിക്കും. അതുപോലെ തന്നെ ഡിസൈർ ഡൂവിൻ്റെ കാര്യത്തിലും ഇതേ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലധികം പരിക്കിൻ്റെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ RMC സ്പോർട്ട് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്രഞ്ച് ക്യാപ്റ്റൻ ട്രെയിൻഡ് സെപ്പറേറ്റ്ലി ഡ്യൂറിങ് ദി സെഷൻ ആൻഡ് ഈവൻ ഗ്രിമൈസ്ഡ് ആഫ്റ്റർ എ ഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ദിദിയർ ദശാം ഇങ്ങനെ സംശയങ്ങളൊന്നുമില്ല, എംബാപ്പെ ഈസ് ഫൈൻ എന്നാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതായത് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് എംബാപ്പയുടെ കാര്യം, പ്രശ്നങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിന് പരിക്കെല്ലാം ചോദിക്കും, പറയുന്ന മറുപടി നമുക്ക് 100% അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. യെസ്, അപ്പോൾ എംബാപ്പെ 100% 100% ഫിറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആളുകൾ വീണ്ടും സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ഈ ആഫ്റ്റർനൂണിൽ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ട്രെയിനിങ് നടന്ന കാര്യങ്ങൾ വെച്ചിട്ടാണോ പറയുന്നത്? ഒരു കുഴപ്പമില്ല, അദ്ദേഹം മറ്റുള്ള താരങ്ങളെ പോലെ തന്നെയാണ്, അദ്ദേഹത്തിന് എത്ര മിനിറ്റ് വേണമെങ്കിലും കളിക്കാം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കിലിയനില്ല എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. സോ ചെറിയ ചില പ്രശ്നങ്ങൾ ഇനി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ കളിപ്പിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. എംബാപ്പെ 100% ഫിറ്റാണെന്ന് ദശാം പറയുന്നു, അങ്ങനെയല്ല എന്ന് ഫ്രഞ്ച് മാധ്യമങ്ങളും പറയുന്നു. സോ ഇനിയിപ്പോൾ ഈവൻ ഇഫ് 100% ഫിറ്റ് അല്ലെങ്കിൽ പോലും എംബാപ്പെ കളിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.